ഗുരുനാഥന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നായക്ക് പ്രായപൂർത്തിയായതിൻ്റെ ലക്ഷണമാണ് മൂത്രമൊഴിക്കുമ്പോൾ അത് കാലുയർത്തുന്നത് എന്ന അറിവ് നൽകിയ വ്യക്തിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഉസ്താദിൽ നിന്നും അദ്ദേഹം പഠിപ്പിച്ചതിനു വിരുദ്ധമായതോ മുൻകാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിനു എതിരായതോ ആയ ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കലും സംശയ നിവാരണം നടത്തലും ഒരു യഥാർത്ഥ ശിഷ്യന്റെ മതപരമായ ബാധ്യതയാണ്. ഇതിൽ ഗുരുനാഥനെ അപമാനിക്കലോ അനാദരിക്കലോ ഇല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കരിച്ചപ്പോൾ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുകയുണ്ടായി. ഇത് അവിടുത്തെ അനുചരന്മാർക്കിടയിൽ ചർച്ചയായി. വിഷയം പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അതിൽ നബിയെ അനാദരിക്കൽ ഉണ്ടാകുമോ എന്ന ഭയമാണ് കാരണം. അവസാനം ദുല്യദേനി എന്ന അനുചരൻ പ്രശ്നം ഏറ്റെടുത്തു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു. ഉടനെ 2 റക്അത്ത് കൂടെ നമസ്കരിച്ച് ളുഹർ 4 റക്അത്ത് പൂർത്തിയാക്കി. ദിവ്യ സന്ദേശം ലഭിക്കുന്ന പ്രവാചകനല്ലേ എന്ന് വെച്ച് ഈ സംഭവം ആരും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു വിപത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ.